ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്ത് പന്തളം പോലീസ്. ശബരിമല സംരക്ഷണ സംഗമ വേദിയിൽ സ്വാമി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് കേസ്. ഡിവൈഎഫ്ഐ, പന്തളം ബ്ലോക്ക് കമ്മിറ്റി, കോൺഗ്രസ് നേതാവ് അനൂപ്, പ്രദീപ് എന്നിവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സ്വാമിജിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. വാവർക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് പരാതിക്ക് അടിസ്ഥാനമെന്നാണ് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഈ എഫ്ഐആറിൽ പറയുന്ന വിശദാംശങ്ങൾ? ശ്യാമ, ഇന്നലെയാണ് ഇത്തരത്തിലൊരു വിവാദം അനാവശ്യമായിട്ട് രൂപപ്പെടുകയുണ്ടായത്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ പോരായ്മകളോ വീണ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ അക്കൂട്ടർ നിരാശരായി മടങ്ങിയ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അവസരം വീണ് കിട്ടിയതിനെയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെയാണ് ഈ ശാന്താനന്ദ മഹർഷിക്കെതിരായിട്ട് പരാതി പന്തളം പോലീസിൽ എത്തുകയുണ്ടായത്. അതിന് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തന്നെ പിന്തുണയിലാണ് ആ പരാതി ചെന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള അനൂപ് PR, അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ പന്തളം ബ്ലോക്ക് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള ആളുകളാണ് സ്വാമിക്കെതിരായിട്ട് പരാതി നൽകിയിരിക്കുന്നത്. അതായത് സ്വാമി ഈ അയ്യപ്പ സംഗമ വേദിയിൽ, മഹാസംഗമ വേദിയിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് മതവിദ്വേഷം ജനിപ്പിക്കുന്നതാണ്, മതസ്പർദ്ധ വളർത്തുന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടായിരുന്നു സ്വാമിക്കെതിരായിട്ട് പരാതി നൽകുകയുണ്ടായത്. പ്രധാനമായിട്ടും ഈ വാവർക്കെതിരായിട്ട് ശാന്താനന്ദ മഹർഷി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരുന്നത്. എന്തായാലും പന്തളം പോലീസും ആ പരാതി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് FIR ഇട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പോലീസ് 196A-B അതോടൊപ്പം തന്നെ 296 എന്നിങ്ങനെയുള്ള വകുപ്പുകൾ, അതായത് മതവിദ്വേഷം ജനിപ്പിക്കൽ, മതസ്പർദ്ധ വളർത്തൽ, വിദ്വേഷ പരാമർശം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് ഈ ശാന്താനന്ദ മഹർഷിക്കെതിരായിട്ട് പന്തളം പോലീസ് ഇപ്പോൾ. അല്പസമയത്തിനകം സ്വാമിജി നമുക്കൊപ്പം തത്സമയം ഇപ്പോൾ ചേരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം സ്വാമിജി ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു ചോദ്യം. നമ്മളൊക്കെ കണ്ടതാണ് ആ വിരാട ഹിന്ദു സംഗമം, പന്തളത്തെ ആ ഒരു വലിയ ഭക്തജന കൂട്ടായ്മ, സർവസ്വം ഭഗവാനിൽ സമർപ്പിച്ചുള്ള ഒരു ഭക്തജനങ്ങളുടെ വലിയ കൂട്ടായ്മ. സ്വാഭാവികമായിട്ടും പമ്പയിലെ പരിപാടി പൊളിഞ്ഞ് പാളീസായി ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും വലിയ രീതിയിൽ തന്നെ ബേജാറ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രതികാര നടപടി ഇപ്പോൾ വീണ് കിട്ടി, ഇനിയിപ്പോൾ ഉടൻ തന്നെ അങ്ങ് കേസെടുത്തേക്കാം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അതായത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ വീണ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവർ വലിയ നിരാശരായിരുന്നു ആ സംഗമവേദിയിൽ. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അവസരം അവർ മുതലെടുക്കാനായിട്ട് ശ്രമം ആരംഭിച്ചത്. എന്തായാലും അതിന് പോലീസും ഭരണകൂടവും കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പമ്പയിലെ ആഗോള സംഗമത്തിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കാര്യത്തെ മറയാക്കുന്നു സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും പരാതി ലഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ മറ്റ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പോലും നടത്താതെ സ്വാമിക്കെതിരായിട്ട് കേസെടുക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെ പറ്റി ആലോചിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും FIR ഇട്ടു, ബാക്കി തുടർ നടപടികൾ ആലോചിച്ച് നടപ്പാക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയുവാനായിട്ട് സാധിച്ചത്. എന്തായാലും രസകരമായ ഒരു കാര്യം ചോദിക്കട്ടെ ഗോകുൽ, FIRൽ എന്താണ് ഇടുക? അല്ല, ഏത് രീതിയിലാണ് ഈ കേസ് കൊണ്ടുപോവുക? നിയമപരമായിട്ട് എങ്ങനെയാണ് ഇതിന് സാധ്യത? അതും കൂടി ഒന്ന് വിലയിരുത്തണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും പോലീസ് പരാതി ലഭിച്ച പാടെ FIR ഇട്ടിരിക്കുന്നു. ഇനി ഇതിന്റെ തുടരന്വേഷണം ഒക്കെ ഏതു വിധത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാണേണ്ടത്. കാരണം സ്വാമി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതോ ആയിട്ട് പൊതുസമൂഹത്തിന് തോന്നുകയില്ല, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് ഭക്തർക്കോ അല്ലെങ്കിൽ അത് മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ട ആളുകൾക്കോ ഒന്നും തന്നെ ആ രീതിയിൽ വളച്ചെടുക്കുന്ന രീതിയിൽ സ്വാമിയുടെ പരാമർശങ്ങളെ തോന്നിയിട്ടേ ഇല്ല, അനുഭവപ്പെട്ടേ ഇല്ല എന്നുള്ളതാണ് കാര്യം. കൃത്യമായിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശാന്താനന്ദ മഹർഷി ആ സംഗമവേദിയിൽ സംസാരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വാവർ സ്വാമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാവർ എന്നുള്ള സങ്കല്പവുമായി ബന്ധപ്പെട്ട് ആ സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പല കെട്ടുകഥകളും സ്വാമി ആ വേദിയിൽ ആവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഹൈന്ദവ സമൂഹവും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും നേരത്തെ മുതൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന വസ്തുതകൾ തന്നെയാണ് സ്വാമി ആ വേദിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് വാപുര സ്വാമിയുടെയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ പറ്റിയും സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് എരുമേലിയിൽ വാവർ എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് പൊള്ളയാണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. അതുകൂടാതെ അവിടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്തിയിട്ടുള്ള അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ അവിടെ വാപുര സ്വാമിക്ക് എരുമേലിയിൽ ഒരു ക്ഷേത്രം വേണം, അയ്യപ്പ
വാബുരസ്വാമിയുടെ പരിചാരകന്മാരിൽ പ്രധാനിയായിരുന്നു വാബുരസ്വാമി. ആ വാബുരസ്വാമിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ഹൈന്ദവ ആചാരപ്രകാരം വിശ്വാസപ്രകാരം നടത്തിയിട്ടുള്ള ഈ ദേവപ്രശ്നത്തിലൂടെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് വാബുരസ്വാമി എന്നുള്ള ആ ഒരു സങ്കല്പത്തിന്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ വാവർ എന്ന് പറയുന്ന ആ ഒരു കെട്ടുകഥാ സങ്കല്പത്തെ പറ്റിയുള്ള കാര്യമൊക്കെ അന്ന് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അത് ആവർത്തിക്കുക മാത്രമാണ് സ്വാമി ചെയ്തിട്ടുള്ളത്. ആ പരാമർശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കേസ് എടുക്കുവാനോ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനോ നിയമസാധുത ഇല്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഈ ജാള്യത പമ്പയിലുണ്ടായിട്ടുള്ള ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കപ്പെട്ടുള്ള നടപടി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ കാണുവാനായിട്ടോ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ ഒന്നും ആലോചിച്ച് തീരുമാനിച്ചിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി ആരാണ് ഈ സ്വാമിജി എന്നുകൂടി നമ്മളൊന്ന് എടുത്തു പറയണം. സാക്ഷാൽ ചെങ്കോട്ടുകോണം സ്വാമിജിയുടെ അരുമ ശിഷ്യനാണ്, ഇപ്പോൾ മഠാധിപതിയാണ് ശാന്താനന്ദ മഹർഷി. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചില പ്രകോപനങ്ങളോ ഈ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ഭീഷണികളോ ഈ പകപോക്കലുമൊക്കെ അദ്ദേഹത്തിന് എവിടെ ബാധിക്കാനാണ് എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽപ്പുണ്ട്. എന്തായാലും സ്വാമിജിയുടെ ചെങ്കോട്ടുകോണം മഠാധിപതി കൂടി ആയതുകൊണ്ട് ആശ്രമത്തിൻ്റെ കൂടി ഒരു പ്രതികരണം നമുക്ക് അടിയന്തരമായി തേടേണ്ടതുണ്ട്. ഗോകുൽ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഉണ്ടായിട്ടുള്ള കേസ് അല്ലെങ്കിൽ നിയമ നടപടികളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു വസ്തുതാപരമായിട്ടുള്ള പിശകും ഇല്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ എന്തായാലും ഈ വാവര് സ്വാമിയെ പറ്റിയിട്ടുള്ള പൊള്ളത്തരങ്ങളും കള്ളക്കഥകളും ഒക്കെ തന്നെ എന്തായാലും ഒരിക്കൽ കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിലേക്ക് ഈ വിഷയം കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആ രീതിയിലുള്ള ചർച്ചകൾ ഒന്നുകൂടി സജീവമാവുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ടോ വാവർ എന്ന് പറയുന്ന സങ്കല്പത്തിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആ വേദിയിൽ പ്രസംഗിക്കുകയുണ്ടായത്. അതുകൂടാതെ വാബുരസ്വാമിയുടെ പ്രാധാന്യത്തെയും അദ്ദേഹം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വസ്തുതകൾ അത് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഐതിഹ്യങ്ങൾ പ്രകാരമൊക്കെ തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ശാന്താനന്ദ മഹർഷി അവിടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ പരാമർശിക്കുകയുണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനെതിരെ ഇനി നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല, മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം സുവ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നിയമ നടപടി ഏതു വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗോകുൽ. ഒന്ന്, അന്ന് യുവതീ പ്രവേശന വിധിക്ക് ശേഷം ഇതാ കിട്ടിയൊരു അവസരം, ഇതാ ഒരു ഗംഭീര അവസരം കിട്ടി എന്ന രീതിയിൽ ശബരിമലയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളിയ CPM-ൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞ പല രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. അതിനെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടോ? PK ശ്രീമതി പറഞ്ഞ പരാമർശമുണ്ട്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പരാമർശമുണ്ട്. ഒരു മുൻ MLA ആയിരുന്ന ആൾ പിന്നീട് 2 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട ഒരാൾ പറഞ്ഞ ആളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുത്തൊരു ചോദ്യമുണ്ട്.